ജന്നാസ് കുക്ക് ബുക്കിൻ്റെ ബ്രാൻഡ് ന്യൂ പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോക്ക്ഡൗണും ക്വാറൻറ്റൈനും ഒക്കെ കഴിയുമ്പോൾ ആ സമയം എന്ത് ചെയ്തു എന്ന് കാണിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം. മറ്റാരെയുമല്ല, നമുക്ക് തന്നെ സ്വയം സമയം ശരിയായി ചിലവാക്കി എന്നറിയാനാണ്. പല എക്സ്പെരിമെൻറ്റും ഈ കാലഘട്ടത്തിൽ ഞാൻ നടത്തി നോക്കി. വായന, സ്റ്റിച്ചിങ്, കുക്കിംഗ്, റുബിക്സ് ക്യൂബ്, പല കാര്യങ്ങളും അങ്ങനെ ചെയ്തതിൻ്റെ ഒക്കെ ഒരു വാട്സപ്പ് സ്റ്റേറ്റസ് വിട്ടു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കിട്ടിയത് ഈ കുക്കിംഗ് പിക്സ് ഇട്ടപ്പോഴാണ്. ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും കട്ട സപ്പോർട്ട് കിട്ടിയപ്പോഴാണ് ചാനൽ തുടങ്ങാൻ തോന്നിയത്. അല്ല, ഈ ടൈം മാനേജ്മെൻറ്റേ എന്നാൽ പിന്നെ അങ്ങനെ അയക്കാം അല്ലേ. ജന്നാസ് കുക്ക് ബുക്കിൻ്റെ പേജ് 1 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജന്നാസ് കുക്ക് ബുക്കിൻ്റെ ആദ്യത്തെ പേജ് ആരംഭിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഒത്തിരി ഓയിലൊന്നുമില്ലാതെ ഒരു വെജിറ്റബിൾ സ്നാക്കാണ് ഇന്ന് ചെയ്യുന്നത്. സ്വീറ്റ് പൊട്ടാറ്റോ ടിക്കിയാണ് ഇന്ന് ചെയ്യുന്നത്. മധുരക്കിഴങ്ങ് വെച്ചൊരു സ്നാക്ക്. വെജിറ്റബിൾ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചതാണിത്. ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരു വലിയ 3 പൊട്ടാറ്റോയുടെ സൈസിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പീസാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ബോയിൽ ചെയ്ത് തണുത്തതിന് ശേഷം അത് നമ്മളിങ്ങനെ ഒന്ന് മാഷ് ചെയ്ത് ഒരു ഫോക്ക് വെച്ചിട്ടിങ്ങനെ പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് ഇങ്ങനെ കയ്യിൽ നമുക്ക് ഉരുട്ടുമ്പോൾ കയ്യിൽ ഇങ്ങനെ പിടിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറച്ച് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 3 സ്ലൈസസ് ഓഫ് ബ്രെഡിൻ്റെ ക്രംസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു അനിയൻ, വലിയൊരു സവാള കട്ട് ചെയ്തത് അത് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു 3 ചില്ലി പച്ചമുളക്, ഒരു 3 എണ്ണം അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് മല്ലിയില, കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് വീണ്ടും യൂസ് ചെയ്യാനുള്ളത് കുറച്ച് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതും ഇട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഓഫ് സാൾട്ട് അതും കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം 1/2 ടീസ്പൂൺ ഓഫ്, അതൊക്കെ നമ്മുടെ ഒരു ചില്ലിയാണ്, റെഡ് ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച് മതി. പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് ഗരം മസാല അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നും ആഡ് ചെയ്യാനില്ല. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനകത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂടെ വരുന്നുണ്ട്. അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചേർക്കേണ്ടതാണ് ഒരു 1/2 ലെമൺ, അതിൻ്റെ ഒരു നീര് മാത്രം അതിനകത്തേക്ക് കൂട്ടിയിട്ട് അത് നമുക്കൊരു സോർ ടേസ്റ്റും കൂടെ വരും. സ്വീറ്റ്, സോർ ആൻഡ് സ്പൈസി, ഈ 3 ടേസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ബൗളായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളൊരു കട്ട്ലറ്റിൻ്റെ ഒക്കെ ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കില്ലേ, സെയിം അതുപോലെ തന്നെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് കണ്ടോ, ഈ ഒരു ഷേപ്പിലേക്ക് ഇതിന് മാറ്റി. എല്ലാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ തൊട്ട് കൊടുത്തിട്ട് വേണം ഇത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എല്ലാം നമുക്കൊന്ന് റെഡിയാക്കി വയ്ക്കാം. എല്ലാം ഒരു ബൗളിലേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി നമുക്കൊന്ന് ഒരു ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ മതി. നമ്മൾ ഓയിലിനകത്ത് മുങ്ങിക്കിടന്നിട്ടല്ല നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ അടിയിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, ഈസിയാണ് ഇതുണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് പാനിനകത്തേക്ക് എല്ലാം വെച്ച് കൊടുക്കാം. ഇനി ഒരു വശം റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിച്ചാലോ. അപ്പോൾ ഇതൊരു വശം റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. സൈഡൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. അത് പൊട്ടിപ്പോകുമൊന്നുമില്ല. നമ്മൾ സാധാരണ കട്ട്ലറ്റിനാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് ബ്രെഡ് ക്രംസിലും എഗ്ഗിനകത്തും ഒക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്താണ് എടുക്കുന്നത്. ഇതങ്ങനെയൊന്നുമില്ല, ടിക്കിയാണ്. ബർഗറൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ആയിട്ട് ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ടിക്കി ഇവിടെ റെഡിയാണ്. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ സോസിൻ്റെ കൂട്ടത്തിലോ അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്വീറ്റ് പൊട്ടാറ്റോ ടിക്കി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. ജന്നാസ് കുക്ക് ബുക്കിൻ്റെ നെക്സ്റ്റ് പേജിൽ ഒരു വെറൈറ്റി ഐറ്റവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. See you all soon.